ഫുഡ് ബാക്ക്ഗ്രൗണ്ടിൽ അടുത്തൊരു വീട്ടിൽ സാർ. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ചെറിയൊരു തീർത്ഥയാത്രയാണ്, ഫാമിലിയായിട്ടാണ് പോകുന്നത്. വേളാങ്കണ്ണിയിലോട്ടാണ്. ഇപ്പോൾ നമ്മളുള്ള ട്രിവാൻഡ്രത്താണ്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ട്രെയിനിന് കൊല്ലത്തു നിന്നാണ് വേളാങ്കണ്ണി ട്രെയിൻ. അപ്പോൾ ഇവിടെ നമ്മൾ മദ്രാസ് മെയിലിൽ 3 മണിക്ക് ട്രെയിനാണ് പോകുന്നത്. ട്രിവാൻഡ്രം നമുക്ക് പോകാൻ പറ്റിയ കണക്റ്റിംഗ് ട്രെയിൻ മദ്രാസ് മെയിൽ തന്നെയാണ്. ഇവിടെ നിന്ന് 3 മണി 4:05 കൊല്ലത്ത് എത്തിലും. മറ്റേ നമ്മുടെ വേളാങ്കണ്ണി ട്രെയിൻ വരുന്നത് എറണാകുളം ടു വേളാങ്കണ്ണിയാണ്. അപ്പോൾ ആ ട്രെയിനോട് എത്തുന്നത് 4:40. അപ്പോൾ എന്തായാലും ടൈമായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ബാക്കി വിശേഷം നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മളിപ്പം മദ്രാസ് മെയിലാണ്. അപ്പോൾ ട്രെയിൻ ഇപ്പോൾ എടുക്കാറായി, 3 മണി ആയിട്ടുണ്ട്. അപ്പോൾ ട്രിവാൻഡ്രം സെൻട്രൽ നമ്മൾ നേരെ ഇവിടുന്ന് നേരെ കൊല്ലം ഇറങ്ങും. കൊല്ലത്ത് നിന്ന് നമുക്ക് അടുത്ത ട്രെയിന്. അപ്പോൾ നമ്മളിപ്പം കൊല്ലം സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ ട്രിവാൻഡ്രത്തു നിന്ന് ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റാണ് കൊല്ലം വരെ എത്താം. മദ്രാസ് മെയിലാണ്, സൂപ്പർ ഫാസ്റ്റ് ട്രെയിനുകൾക്കാണ്. ബാക്കി പാസഞ്ചർ ലോക്കൽ ട്രെയിനിൽ പിന്നെ സമയമെടുക്കും. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഇനി അടുത്ത പ്ലാറ്റ്ഫോമിലോട്ട്, 2ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് അടുത്ത പ്ലാറ്റ്ഫോമിലോട്ട് പോകണം. ഇപ്പോൾ ഇവിടെ വരുമ്പം 1A എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ ട്രെയിന് വേളാങ്കണ്ണി ട്രെയിൻ 1Aയിലാണുള്ളത്. സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കോച്ച് S4 ആണ്, അങ്ങോട്ട് പോവാണ്. ട്രെയിൻ ഓൾറെഡി ഇവിടെ പിടിച്ചിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മദ്രാസ് മെയിലിലെത്തി, ആ ട്രെയിൻ പോയി. അപ്പോൾ അടുത്ത ഈ ട്രെയിനിലോട്ട് കയറാൻ വേണ്ടി വരുവാണ്. ഓൾറെഡി നമ്മൾ 1.5 മാസം മുന്നേ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്. എന്നിട്ട് പോലും നമുക്ക് ഇപ്പോൾ 6 ടിക്കറ്റ്. അപ്പോൾ നമ്മളിപ്പം വേളാങ്കണ്ണി ട്രെയിനാണ്. നമ്മൾ പ്രത്യേകം വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൊല്ലത്ത് 1A എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വന്നപ്പോൾ ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പം 1A എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഈ ട്രെയിൻ പുറപ്പെടുന്നത്. 1A എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മുടെ കോട്ടയം കായംകുളം ആ റൂട്ടല്ല. ഇവിടുന്ന് പുനലൂർ കൊട്ടാരക്കര ആ റൂട്ടാണ്, തെങ്കാശി ആ റൂട്ടാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും ട്രെയിൻ ഇവിടെ എത്തിയിട്ടുണ്ട്. 4 മണിയപ്പോൾ ട്രെയിൻ ഇവിടെ എത്തിയായിരുന്നു. നമ്മളിവിടെ മദ്രാസ് മെയിലിന് 4:10 എത്തിയായിരുന്നു. 4:40 ഈ ട്രെയിൻ കൊല്ലത്തു നിന്ന് പുറപ്പെടുന്ന സമയം. അപ്പം അതുപോലെ തന്നെ ഈ ട്രെയിൻ വന്നിട്ട് ആഴ്ചയിൽ 2 ദിവസമാണ് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എറണാകുളത്ത് 1 മണിക്കാണ്, ശനിയാഴ്ചയും അതുപോലെ തന്നെ ചൊവ്വാഴ്ചയും 2 ദിവസം എറണാകുളം 1 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. കൊല്ലത്തുനിന്ന് ഇവിടെ എത്തിയിട്ട് ഇവിടുന്ന് പുറപ്പെടുന്ന സമയം 4:40. പിറ്റേ ദിവസം രാവിലെ 5:45 വേളാങ്കണ്ണി എത്തും. അതേ ട്രെയിൻ തന്നെ അന്ന് വൈകിട്ട് തന്നെ തിരിച്ച് 6 മണിക്ക് അവിടെ നിന്ന് വേളാങ്കണ്ണി തിരിക്കും. അപ്പോൾ നമ്മുടെ ട്രെയിൻ പുറപ്പെടാൻ സമയമായിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റിൽ ട്രെയിൻ പുറപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. കറക്റ്റ് 4:40 റൈറ്റ് ടൈമാണ്. 4:40 വിട്ടിട്ടുണ്ട് വണ്ടി. അപ്പം നമ്മളിപ്പം പുനലൂരിൽ നിന്ന് യാത്ര തിരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ മിക്കവാറും ഡബിൾ എൻജിനാണ് എല്ലായിടത്തും. ഫ്രണ്ടിലും മറ്റു നമ്മുടെ ഫ്രണ്ടിലും ബാക്കിലായിട്ട് എൻജിനുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ കാറ്ററിങ് ചായ കെട്ടാൻ കുറച്ച് പാടാണ്. കാറ്ററിങ് സാധനങ്ങൾ കുറവാണ്. അപ്പോൾ ചേട്ടനൊരു ചായയും സമൂസയും കൊണ്ടുവന്നിട്ടുണ്ട്. സമൂസ പക്ഷേ ന്യൂസ് പേപ്പറിലൊക്കെയാണ് പോയി തരുന്നത്, നമ്മൾ വാങ്ങിച്ചെന്തായാലും. അപ്പോൾ നമ്മളിപ്പം ഇവിടുന്ന് ചെങ്കോട്ട എത്തിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ ഫുഡൊക്കെ ആവശ്യത്തിന് കരുതിക്കോളെ. ട്രെയിനിൽ കാറ്ററിംഗ് ഒന്നും ഇല്ല. അപ്പോൾ നമ്മളെന്നല്ലേ വൈകിട്ടത്തേക്കുള്ള ഫുഡ് എടുത്തിരുന്നു. അതുപോലെ വെള്ളം കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അടുത്ത ചെങ്കോട്ടയ്ക്ക് എത്തുമ്പോൾ അടുത്തൊരു സ്റ്റേഷൻ ഉള്ളു, നല്ലൊരു സ്റ്റേഷൻ എന്ന് പറയാം. ബാക്കി ചെറിയ ചെറിയ സ്റ്റേഷനുകളാണ്. അപ്പോൾ എന്തെങ്കിലും ബാക്കി വിശേഷങ്ങൾ രാവിലെയാണ് ഫുള്ള് നൈറ്റ്. അപ്പോൾ നമ്മൾ വേളാങ്കണ്ണി എത്തിയിട്ടുണ്ട്. സമയം ഏകദേശം 5:40. അപ്പം കറക്റ്റ് ടൈമിൽ തന്നെ ട്രെയിൻ എത്തിയായിരുന്നു. അധികം ലേറ്റ് ആയിട്ടില്ല, റൈറ്റ് ടൈം തന്നെയാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വെളിയിലോട്ട് പോവാണ്. അപ്പോൾ ഇതാണ് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷൻ. നമ്മളപ്പം 5:35 ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ട്രെയിൻ നമ്മൾ വന്ന ട്രെയിനാണ് കിടക്കുന്നത്. അപ്പോൾ അത് ഇവിടെ എൻഡിങ് എവിടെ വരെ ഉള്ളൂ. വൈകിട്ട് രാത്രി തന്നെ തിരിച്ചു പോകുന്നത്.
അപ്പോൾ നമ്മളിവിടെ നേരെ വെളിയിലിറങ്ങി പള്ളിയിലോട്ട് പോകണം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ നിൽക്കുന്ന റൂമാണ്. അപ്പോൾ ഇതുപോലത്തെ ചെറിയ ചെറിയ വഴികളിലൂടെ ഒത്തിരി റൂമുകളുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് 500 രൂപയ്ക്ക് റൂം കിട്ടും. ഞങ്ങളിപ്പം 600 റൂമാണ് എടുത്തത്. അപ്പോൾ വെളിയിലൂടെ ചാടിക്കാൻ വേണ്ടി തിരിച്ചു വന്നതാണ്. അപ്പോൾ നമ്മൾ റൂമിൽ വന്നു, റെസ്റ്റൊക്കെ എടുത്തു. കുറച്ച് നേരം കഴിഞ്ഞ് നേരെ പള്ളിയിലോട്ട് ഇറങ്ങിയതാണ്. നല്ല വെയിലാണ്. സമയം ഏകദേശം 9 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷേ നല്ല വെയിലാണ്, ചൂട് അതുപോലെ ചൂടുമുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പള്ളിയിൽ ഓൾറെഡി കുർബാന കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഹിന്ദി കുർബാന, തമിഴുണ്ട്, മലയാളമുണ്ട്, കുർബാനകളുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി. നടന്നു വരാനുള്ള ദൂരമുള്ളൂ. നമ്മളിവിടെ നടന്ന പള്ളിയിലോട്ട് പോവാണ്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നൊക്കെ ഒത്തിരി ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വരുന്നുണ്ട്. ഒത്തിരി ആൾക്കാർ ബസ്സിൽ തന്നെ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് കുറച്ചൊരു എക്സ്പെൻസ് കുറവ് ട്രെയിനിൽ വരുന്നത് തന്നെയാണ്. സിംഗിളായിട്ടൊക്കെ വരുന്നതാണെങ്കിൽ നമ്മൾ ട്രെയിനിൽ വരുന്ന എക്സ്പെൻസ് കുറവ്. നമ്മളിവിടെ അപ്പുറം ബസ്സിലിരിക്കുന്ന 2 ഇതായിട്ടാണ്. താഴെ മേളിലോട്ടുണ്ട് പള്ളിയിൽ. അപ്പോൾ നമ്മളിവിടെ നിന്ന് മേലോട്ടുള്ള വഴിയിലോട്ടാണ്. ഇതുപോലത്തെ ചെറിയ വഴി കൂടെ കയറി മേളിലോട്ട് പോകണം. അത്യാവശ്യം ഞായറാഴ്ചയാണ്, വലിയ തിരക്കൊന്നുമില്ല. പക്ഷെ ഇവിടെ പെരുന്നാൾ സമയത്തൊക്കെ നല്ല തിരക്കാണ്. നേരത്തെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ വലിയ തിരക്കൊന്നും നമ്മൾ സാധാരണയൊക്കെ ഉള്ളൊരു പള്ളിയിലുള്ളവരേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പം ഹിന്ദി കുർബാനയായിരുന്നു. അപ്പോൾ ഹിന്ദി കുർബാന കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും വെളിയിൽ കുറച്ച് നേരം പള്ളിയിലൊക്കെ ഇരുന്നു. അപ്പോൾ ഇതിൻ്റെ വെളിയിലുള്ള കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചിരുന്നു പള്ളിയുടെ വെളിയിൽ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളെന്തായാലും പുറത്തോട്ട് ജസ്റ്റ് നോക്കണം. നല്ല ചൂടാണ്. പിന്നെ വരുമ്പോൾ അതുപോലെ ക്യാപ്പ്, വെള്ളമൊക്കെ ആവശ്യത്തിന് എടുത്തോളാം. ഒരു സൺഗ്ലാസൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. എന്നുവെച്ചാൽ അതുപോലെ നല്ല ചൂടും നല്ല വെയിലുമാണ്. അപ്പോൾ ഞങ്ങളെന്തായാലും ഇവിടുന്ന് പള്ളിയിൽ നിന്ന് കുറച്ച് താഴെയും കൂടെ പള്ളിയിൽ ഇരുന്ന് നമ്മൾ ഇറങ്ങാൻ പോകണം ഇവിടുന്ന് എന്തായാലും. അപ്പോൾ നമ്മുടെ പള്ളിയുടെ വേളാങ്കണ്ണി പള്ളിയുടെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. ഞാൻ കല്യാണം കഴിഞ്ഞപ്പോൾ നേർന്നതാണ്. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിഞ്ഞ് 10 വർഷമാവും. കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് വരാം എന്ന് പറഞ്ഞ് നേർന്നതാണ്. എന്നിട്ട് ഇപ്പോഴാണ് വരുന്നത്. 10 വർഷത്തിന് ശേഷമാണ്. ഇപ്പോഴാണ് ശരിക്കും 2 വർഷം പ്ലാൻ ചെയ്തെങ്കിലും വരാനുള്ള സാഹചര്യം ഇല്ലായിരുന്നു. ഓരോ കാരണങ്ങളിങ്ങനെ തട്ടിപ്പോയി. എന്തായാലും ഇനി 10 ദിവസം കഴിയുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമാകാൻ പോവാണ്. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് വന്നത്. പിള്ളേരുണ്ട്, 2 ഉണ്ടായിരുന്നു. പിള്ളേരുടെ കൂട്ടിയാണ് വന്നത്. ഇതാണ് നമ്മുടെ വേളാങ്കണ്ണി പള്ളിയുടെ സൈഡിലൊക്കെ ഇവിടേക്ക് ഒത്തിരി പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഒത്തിരി ചെറിയ പള്ളികൾ നമുക്കിതിന് ചുറ്റും കാണാൻ പറ്റും. വേളാങ്കണ്ണി പള്ളിയുടെ സൈഡിൽ തന്നെ ചെറിയ പള്ളികൾ ഒത്തിരി ഉണ്ട്. തൊട്ട് ഫ്രണ്ടിലൊരു ചെറിയ ഹോസ്പിറ്റലുണ്ട്. നമ്മുടെ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള വ്യൂ ആണ്. അവിടെ 2-3 പേര് വെയിലൊക്കെ കൊണ്ട് തളർന്നിരിപ്പുണ്ട്. നല്ല ചൂടാണ്. നമ്മൾ വിചാരിക്കും നല്ല ചൂടുണ്ട്. കുറച്ച് നടക്കുമ്പോൾ നമ്മൾ ക്ഷീണിക്കും. നമ്മൾ പള്ളിയിലേക്ക് കയറി ഇനി പള്ളിയിൽ നിന്ന് ഇറങ്ങുവാണ്. കുറച്ച് വേളാങ്കണ്ണി ഇവിടെ ബീച്ചൊക്കെ ഉണ്ട്, അങ്ങോട്ടൊക്കെ പോകണം. തിരിച്ച് നമ്മുടെ ട്രെയിൻ 6 മണിക്കാണ്. അപ്പോൾ അതിന് മുമ്പേ തൊട്ടടുത്ത് ബീച്ച് മാത്രമേ ഉള്ളതൊന്നും, വേറെ സ്ഥലങ്ങളൊന്നുമില്ല. ഗൂഗിളിൽ വേറെ സ്ഥലങ്ങളൊന്നുമില്ല കാണാനായിട്ട്. പിന്നെ ഒത്തിരി കടകളൊക്കെ ഉണ്ട്, വലിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും പള്ളിയിൽ നിന്ന് ഇറങ്ങി വെളിയിലോട്ട് പോവാണ് ഇനി. അതിൻ്റെ അപ്പുറത്ത് തന്നെ സ്റ്റേ ചെയ്യാനായിട്ടൊരു ക്വാർട്ടേഴ്സ് പോലെയൊക്കെ ഉണ്ട്. ക്വാർട്ടേഴ്സ്, പിന്നെ ഒരു ചെറിയ പള്ളിയുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകണം ഇപ്പം. എണ്ണ എന്ത് ചെയ്യണം പിടിച്ചോ. അപ്പം നമ്മളിവിടുന്ന് എണ്ണയുണ്ട് വേളാങ്കണ്ണിയിലുള്ള. അപ്പോൾ അത് നമ്മൾ നേർച്ചയായിട്ട് കിട്ടുന്നത് പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കണം. നമ്മളിപ്പോൾ അതൊരു 6 ബോട്ടിൽ വാങ്ങിച്ചിട്ടുണ്ട്. ബ്ലെസ്സിങ് സെൻ്ററാണ്. അപ്പോൾ നമ്മൾ ബ്ലെസ്സിങ് സെൻ്ററിൽ നിന്ന് നമ്മുടെ കൊന്തയോ അല്ലെങ്കിൽ ബൈബിളൊക്കെ വാങ്ങിച്ചാൽ അവിടെ നമുക്ക് അച്ഛനുണ്ട്, പുള്ളി അവിടെ നിന്ന് ആശീർവദിച്ച് പ്രാർത്ഥിച്ച് തരും. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് ഇറങ്ങുവാണ്, ബ്ലെസ്സിങ് സെൻ്ററിൽ നിന്ന് ഇറങ്ങുവാണ് എന്തായാലും. അതായത് നമ്മുടെ പള്ളിയുടെ സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. അപ്പോൾ ഇനി അടുത്ത് നമ്മൾ തൊട്ടപ്പുറത്ത് ഒരു ബുക്ക് സെൻ്ററുണ്ട്, അങ്ങോട്ടൂടെ പോകണം എന്തായാലും.
അപ്പോൾ നമ്മളിനി പതുക്കെ ബീച്ചിലോട്ട് പോകണം. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞത് ഫ്രണ്ടിൽ പോയിട്ട് ലെഫ്റ്റ് എടുത്താൽ മതി എന്ന് പറയുന്നത്. പള്ളിയുടെ സൈഡിൽ കൂടെയുള്ള വഴിയാണ്. അപ്പം നമ്മളങ്ങോട്ട് നടന്ന് ഇവിടുന്നൊരു 400 മീറ്റർ ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെന്നാൽ നടന്നു പോകണം അങ്ങോട്ട്. അപ്പം നമ്മൾ പള്ളിയുടെ സൈഡിലായിട്ട് ഇവിടെ തിരി കത്തിക്കാനുള്ള സ്ഥലമുണ്ട്. അപ്പോൾ ഇവിടെ വരുമ്പോൾ വെളിയിൽ ചെറിയൊരു പള്ളിയുണ്ട്, അതിൻ്റെ സൈഡിലാണ് തിരി കത്തിക്കുന്നത്. ഇവിടെ കൂടുതലും കളർ തിരികളാണ്. അപ്പോൾ അങ്ങനെ അവിടെ നമ്മൾ തിരിയൊക്കെ കത്തിച്ചിട്ട് പള്ളിയിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ തൊട്ട് ചേർന്നൊരു ചെറിയ ഒത്തിരി ഷോപ്പുകളൊക്കെ ഉണ്ട്. ഇതുപോലെ പള്ളിയിലോട്ട് വയ്ക്കാനുള്ള സാധനങ്ങൾ, നമുക്ക് ഗിഫ്റ്റ് ആർട്ടിക്കിൾസ് അങ്ങനത്തെ സാധനങ്ങൾ കിട്ടുന്ന ഒത്തിരി ഷോപ്പുകളുണ്ട്. അപ്പോൾ നമ്മളൊരു കടയിൽ കയറിയിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള വ്യൂ ആണ് കാണിക്കുന്നത്. നമ്മളിവിടെ നിന്ന് കുറച്ച് കീ ചെയിനും കുറച്ച് ഫോട്ടോസൊക്കെ 2 ഫോട്ടോസൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ചർച്ചിൽ നിന്ന് വെളിയിറങ്ങിയ ഒത്തിരി കടകളുണ്ട് അകത്തോട്ട്. നമ്മൾ ജസ്റ്റ് ഒരു പർച്ചേസിന് വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ബീച്ചിൽ പോകുന്ന വഴിക്ക് ഈ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് ഉച്ചയ്ക്ക് ഫുഡ്, നല്ല ഫുഡായിരുന്നു. ഇവിടുന്ന് ഫുഡ് കുറച്ച് പാടാണ് നമുക്ക് നല്ല ഫുഡ് കിട്ടാനായിട്ട്. എല്ലായിടത്തും വലിയ ടേസ്റ്റ് ഒന്നും കാണില്ല. ഇവിടെ എന്തായാലും നല്ല നീറ്റ് ഫുഡാണ്. നമ്മുടെ ഈ ബീച്ചിൻ്റെ അടുത്തോട്ട് പോകുന്ന വഴിക്ക് ചെറിയൊരു ബേക്കറി ഉണ്ട്. ബേക്കറി അല്ല, സ്വീറ്റ്സ് ഷോപ്പാണ്. അപ്പോൾ അവിടെ കയറിയപ്പം കടലൊക്കെ വറക്കുന്നൊരു കാഴ്ചയാണ്. നമ്മളിവിടെ കുറച്ച് സ്നാക്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എന്തായാലും റൂമിലോട്ട് പോവാണ് തിരിച്ച്. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കൊന്ന് ബീച്ചിൽ പോയിരുന്നു. അവിടെ പോയപ്പോൾ നല്ല വെയിലാണ്. നമ്മൾ തിരിച്ച് റൂമിൽ പോയി. ഇപ്പം റൂമിൽ പോയി റെസ്റ്റൊക്കെ എടുത്ത് സമയം ഏകദേശം 3:30 ആയിട്ടുണ്ട്. നമ്മൾ ബീച്ചിൽ പോകാൻ വേണ്ടി ജസ്റ്റ് നടന്ന് പോവാണ് അങ്ങോട്ട്. ഇവിടെ പോകുന്ന വഴിക്ക് ഒത്തിരി കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചർച്ച് എത്തുന്നതിന് മുമ്പിലായിട്ടാണ് ഈ വഴി കൂടെ നടന്ന് പോകേണ്ടത്. അതുശേഷം നമ്മൾ ഈ പോകുന്ന വഴിക്കുന്ന ഷ്രൈൻ ബസലിക്ക ഒരു റൂംസ് ബുക്കിംഗ് ഓഫീസുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് റൂം ബുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ബീച്ചിലോട്ട് പോകുന്ന വഴി ഇതുപോലെ മീനൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട്. 60, 70, 80 രൂപയ്ക്കാണ് ചാർജ് ചെയ്യുന്നത്. കാണാൻ നല്ല രസമുണ്ട്. നിങ്ങൾ കഴിച്ചിട്ട് അത്ര ടേസ്റ്റൊന്നും ഇല്ലായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഒത്തിരി കളറൊക്കെ ചേർത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ നമ്മൾ ഈ ബീച്ചിലോട്ട് പോകുന്ന വഴിക്ക് ഒത്തിരി മെഴുകുതിരികൾ വയ്ക്കുന്ന കടകളുണ്ട്. പല കളറിലുള്ള മെഴുകുതിരികളാണ്. ഇവിടെ വെള്ള മെഴുകുതിരികൾ സാധാരണ കാണാനില്ല, ഫുള്ള് കളർ മെഴുകുതിരികളാണ്. ഇവിടെ നമ്മൾ നടന്ന് ബീച്ചിലോട്ട് പോവാണ്. സൈഡിൽ കുറേ കടകളൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഓട്ടോയ്ക്ക് വന്നു കഴിഞ്ഞാൽ മിക്കവാറും 100 രൂപയാണ് ചാർജ് ചെയ്തത്. എങ്ങോട്ട് പോയാലും 100 രൂപയാണ്. എന്തായാലും നമ്മൾ നടന്ന് ബീച്ച് എത്താറായി. അപ്പോൾ ഈ ബീച്ചിൻ്റെ സൈഡിലും ചെറിയൊരു സീ ഫുഡിൻ്റെ ഒരു ചെറിയൊരു ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെന്തായാലും നടന്നെന്തായാലും ഇവിടെ പിന്നെ കയറാമെന്ന് വെച്ച് ബീച്ചിലോട്ട് പോവാണ്. നമ്മൾ വൈകിട്ട് വേളാങ്കണ്ണി ബീച്ചിലോട്ടാണ്. ട്രെയിൻ 6:40-നാണ്. ഇപ്പോൾ സമയം 4 മണി ആയിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വൈകിട്ട് ബീച്ചിലോട്ടാണ്. കടകളോട് തൊട്ട് ചേർന്നതിനാണ് ബീച്ച് വരുന്നത്. വൈകിട്ട് സമയമായിട്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് വന്നപ്പോൾ ആളൊന്നും ഇല്ലായിരുന്നു. വൈകിട്ട് സമയം നല്ല തിരക്കുണ്ട്. എന്തായാലും ഇവിടെ കോഫി ഉണ്ട്. ഇപ്പോൾ ഒരു കോഫി ഉണ്ടെന്ന് കോഫി കുടിക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് എന്തായാലും 1 മണിക്കൂർ ബീച്ചിൽ നിന്നിട്ട് നമുക്ക് ബീച്ചിൽ നിന്ന് ട്രെയിന് സമയമാകുമ്പോഴത്തേക്ക് പോകണം. നടന്നു പറഞ്ഞപ്പോൾ ഓട്ടോയ്ക്ക് വരെ 100 രൂപ നമുക്ക് ചാർജ് ചെയ്യുന്നത്. എങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 100 രൂപയാണ്. 1 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ റൂമിൽ നിന്ന് ബീച്ചിലെത്താനായിട്ട്. പക്ഷേ എങ്ങനെ പോയാലും 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ വൈകിട്ട് സമയമാകുമ്പം ബീച്ചൊക്കെ കുറച്ചുകൂടെ ആക്റ്റീവാണ്. ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. ഉച്ചയ്ക്ക് നമ്മൾ വന്നപ്പോൾ ഇവിടെ ആൾ കുറവായിരുന്നു. ചൂടാണ്ട് നല്ല ചൂടാണ് ഉച്ച സമയത്ത്. പക്ഷെ ഇവിടെ പ്രശ്നം കടകളോട് ചേർന്ന് തന്നെയാണ് ബീച്ച് വരുന്നത്. താഴെ കടകളുണ്ട്. കടകളോട് ചേർന്ന് തൊട്ട് ചേർന്ന് തന്നെ ബീച്ചിൽ വരുന്നത്. പിന്നെ ഇങ്ങോട്ട് സീ ഫുഡ് അത്യാവശ്യം മീനുകളൊക്കെ ആൾക്കാർ വെച്ചിട്ടുണ്ട്. നമ്മൾ കയറിയില്ല. ഒരു കടയിൽ കയറണം, എവിടെയും കയറണം വെച്ചിരിക്കുകയാണ്. സീ ഫുഡ് കുറച്ച് ഫേമസ് ആണ്. അപ്പോൾ അത്യാവശ്യം സീ ഫുഡുകൾ ഒത്തിരി ഉണ്ട് ഇവിടെ. പിന്നെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഫുള്ള് ഈച്ചയാണ്. എവിടെ നോക്കിയാലും നിറയെ ഈച്ചയാണ്. ആ ഒരു കുഴപ്പമാണ് ഇവിടെ. എല്ലാ കടകളും നമ്മൾ എന്ത് ഫുഡ് ഐറ്റംസ് വാങ്ങിക്കഴിഞ്ഞാലും ഈച്ചയാണ്. ഒരു ഒട്ടകം വരുന്നുണ്ട്.
അപ്പം നമ്മുടെ ട്രെയിനിന് സമയം വരുന്നുണ്ട്. സമയം ഇപ്പം 5:15. അപ്പോൾ പിള്ളേരോട് ഭയങ്കര വെള്ളത്തിലെ കളിയാണ്. എന്തായാലും നമ്മൾ തിരിച്ച് പതുക്കെ നടന്ന് വേണം റൂമിൽ പോകാനായിട്ട്. ഏകദേശം 15 മിനിറ്റ് എടുക്കും നമ്മുടെ റൂം എത്താനായിട്ട്. അപ്പോൾ നമ്മളെന്തായാലും ബീച്ചിൽ നിന്ന് തിരിച്ചു പോവാണ്. ഏകദേശം ഈ ഒരു സമയത്ത് വേളാങ്കണ്ണി നമ്മുടെ ചർച്ചിൻ്റെ പരിസരത്തുള്ളൊരു കാഴ്ചയാണിത്. നമ്മളിവിടെ നടന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അവിടെ പോകുന്ന വഴിക്ക് കുറച്ച് സ്വീറ്റ്സ് ഹൽവ മേടിക്കണം. ഇവിടെ ഹൽവ ഫേമസ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ ഒരു കടയിൽ കയറിയപ്പോൾ അവർ സാമ്പിളൊക്കെ തന്നായിരുന്നു. ഇവിടെ നമ്മളൊരു 1 കിലോ ഹൽവ മേടിച്ചിട്ടുണ്ട്. ഫുള്ള് കളറാണ്, പച്ച, മഞ്ഞ, ചുവപ്പ്, നല്ലപോലെ കളർ ചേർത്തിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാം. ഹൽവയ്ക്ക് നല്ല റേറ്റ് ഉണ്ട്. കിലോയൊക്കെ 340 രൂപയാണ് സ്റ്റാർട്ടിങ്. നമ്മുടെ നാട്ടിലേക്ക് 150-200 രൂപയ്ക്ക് ഹൽവ കിട്ടും. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വേളാങ്കണ്ണിയിൽ നിന്ന് വൈകിട്ട് 6 മണിക്കുള്ള കാഴ്ചയാണ്. നമുക്ക് ട്രെയിനിന് സമയം നമ്മൾ പോകാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ നാഗപട്ടണം സ്റ്റേഷനിലാണ്. അപ്പോൾ വേളാങ്കണ്ണി നമ്മൾ ട്രെയിൻ എടുത്ത് കുറച്ച് ലേറ്റ് ആയി, പെട്ടെന്ന് ഓടിയാണ് ട്രെയിനിൽ കയറിയത്. അപ്പോൾ എന്തായാലും തിരിച്ച് നമ്മൾ രാവിലെ വന്ന് അതേ ട്രെയിനിൽ തന്നെ പോകുന്നുണ്ടോ. അതിൻ്റെ ബസ്സിന് നമുക്ക് വന്നിട്ട് ഒരു ദിവസം ഒരു സൈഡ് വരുന്നത് 950 രൂപ. ട്രിവാൻഡ്രത്ത് നിന്ന് വേളാങ്കണ്ണിക്ക് റേറ്റ് 950, 1000 ദൈവം എങ്ങനെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ട്രെയിനിൻ്റെ റേറ്റ് കുറവും നമുക്ക് ട്രാവൽ എക്സ്പെൻസ് കുറവുള്ള ഈ ട്രെയിൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും മാക്സിമം നിങ്ങൾ ഈ ട്രെയിനിൽ പോകുകയാണെങ്കിൽ ഒരു 1.5 മാസം ടിക്കറ്റ് ബുക്ക്, 1-2 ദിവസം ബുക്ക് ചെയ്യണം. നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോലും 6 ദിവസം ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് വിശേഷങ്ങൾ, വേളാങ്കണ്ണി പോയിട്ടുള്ള വിശേഷം. നമ്മൾ തിരിച്ച് ട്രിവാൻഡ്രം എത്തിയിട്ടുണ്ട്. നമ്മൾ ശനിയാഴ്ച 2:30-ക്കാണ് ഇവിടുന്ന് 2:30-3 മണിക്ക് മദ്രാസ് വരെ ഇവിടുന്ന് പോയത്. ഇവിടുന്ന് പോയി കൊല്ലത്തുനിന്ന് വേളാങ്കണ്ണി എക്സ്പ്രസ്സിന് പോയി. അപ്പോൾ തിരിച്ച് നമ്മൾ വന്നപ്പോൾ കൊല്ലത്തെ റൈറ്റ് ടൈം ആയിരുന്നു. അപ്പോൾ തിരിച്ചവിടെ ഇറങ്ങി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്ന് വെച്ചാൽ ട്രെയിൻ പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് ഇൻ്റർസിറ്റിക്ക് അടുത്ത കണക്ഷൻ ട്രെയിൻ ട്രിവാൻഡ്രത്ത് ഇൻ്റർസിറ്റി ആയിരുന്നു. അപ്പോൾ അതിനൊരു ട്രിവാൻഡ്രത്ത് നല്ല ട്രിപ്പായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ വേളാങ്കണ്ണിക്ക് പോകണമെങ്കിൽ കുറച്ച് നമുക്ക് ഒരു അഫോർഡബിളോട്ട് പോകാൻ പറ്റിയത്, ഒരു ട്രാവൽ എക്സ്പെൻസ് കുറവുള്ളത് ഈ ഒരു ട്രെയിൻ തന്നെയാണ്. അപ്പോൾ എൻ്റെ ട്രിവാൻഡ്രം എത്തിയപ്പോൾ നമ്മൾ കോർപ്പറേഷൻ്റെ പാർക്കിങ്ങിലാണ് സ്കൂട്ടർ വെച്ചിരുന്നത്. പിന്നെ അവിടെ പോയി സ്കൂട്ടർ എടുക്കണം. സ്കൂട്ടർ എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ എന്തായാലും നല്ലൊരു ട്രിപ്പ് തന്നെയായിരുന്നു. ട്രെയിനിൽ ടോട്ടൽ 3 പേരുടെ ടിക്കറ്റ്, ഇളയാൾക്ക് ടിക്കറ്റ്, ചേച്ചിക്ക് ടിക്കറ്റ് ഇല്ലായിരുന്നു. ബാക്കി 3 പേരുടെ ടിക്കറ്റ് 1800. പിന്നെ ഇവിടുന്ന് 1800 നമുക്ക് ടോട്ടൽ വേളാങ്കണ്ണി അപ്പ് ടിക്കറ്റ് ആയിരുന്നു. പിന്നെ ഇവിടുന്ന് മദ്രാസ് മെയിൽ നമുക്ക് 550 രൂപയായിരുന്നു. അപ്പം അതും പിന്നെ അല്ലാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നത്, കൊല്ലത്ത് നിന്ന് വന്നതിന് നമുക്ക് 120 രൂപയാണ് 3 പേർക്കായത്. അപ്പം ടിക്കറ്റ് എക്സ്പെൻസ് അത്രയായിട്ടുണ്ടായിരുന്നു. പിന്നെ ടോട്ടൽ എക്സ്പെൻസ് വന്നിട്ട് നമുക്ക് റൂം എല്ലാം കൂടെ ചേർത്തിനോ വേളാങ്കണ്ണിയിൽ ചിലവിലൂടെ എല്ലാ എക്സ്പെൻസിനെ കൂട്ടിയിട്ട് നമുക്ക് 5800 രൂപയാണ് ആയത്. നമ്മൾ രാവിലെ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് ഗുഡ് ബൈ.